അതായത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ടൊരു ചരിത്രമുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നമുക്കറിയാവുന്നത് പോലെ ആരാണ്? ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ ഉമ്മു സലമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ ആദ്യം കല്യാണം കഴിച്ചിരുന്നത് അബൂ സലമ റളിയല്ലാഹു അൻഹു. അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുലകുടിയിലുള്ള ഒരു സഹോദരൻ കൂടിയാണ്. ഖുറൈശി നേതാവാണ്, ഉന്നതനായിട്ടുള്ള ഒരു സഹാബിയാണ് അബൂ സലമ റളിയല്ലാഹു അൻഹു. ഈ അബൂ സലമ റളിയല്ലാഹു അൻഹുക്കും ഉമ്മു സലമ റളിയല്ലാഹു അൻഹുക്കും സലമ എന്ന് പറയുന്ന കുട്ടിയുണ്ട്. അതിലേക്ക് ചേർത്തിട്ടാണ് രണ്ടുപേർക്കും ആ പേര് വന്നത്. ഒരാൾക്ക് ഉമ്മു സലമ, ഉമ്മു സലമയുടെ ഉമ്മ, രണ്ടാമത്തെ ആൾ അബൂ സലമ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആദ്യം അവരെ കല്യാണം കഴിച്ചിരുന്നത് ഈ അബൂ സലമ റളിയല്ലാഹു അൻഹു. ഈ അബൂ സലമ റളിയല്ലാഹു അൻഹു ബനി അസദ് ഗോത്രക്കാരനാണ്. ഖുറൈശികളിൽപ്പെട്ട തന്നെ ഒരു ശാഖയായിട്ടുള്ള ബനി അസദും, അതേപോലെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ബനി മഖ്സൂം ഗോത്രക്കാരിയാണ്. ഏത് നമ്മുടെ അബൂജഹലിന്റെയും ഖാലിദ് ബിൻ വലീദ് ഇവരൊക്കെ ഗോത്രമാണ് ഈ ബനി മഖ്സൂം. അപ്പൊ രണ്ട് ഗോത്രങ്ങളാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും മദീനയിലേക്ക് ഹിജ്റ പോകാൻ പറഞ്ഞ സമയത്ത് എന്ത് ചെയ്തു? ഇവരും ഒരു ഒട്ടകപ്പുറത്ത് പോവാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉണ്ട്, അവരുടെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു ഉണ്ട്, അതേപോലെ കുട്ടിയായ സലമുണ്ട്. അപ്പൊ ഇവരിങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്തു? മക്കയിൽ നിന്ന് പുറപ്പെടുന്ന സമയത്താണ് ഇവരാര് കാണുന്നത്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ബനി മഖ്സൂം ഗോത്രക്കാർ കാണുന്നത്. അപ്പൊ അവരെന്ത് ചെയ്തു? അബൂ സലമ റളിയല്ലാഹു ഇവരെ തടഞ്ഞിട്ട് പറഞ്ഞു. അബൂ സലമ റളിയല്ലാഹു അൻഹു ഏതായാലും ദീനൊക്കെ മാറി ആകെ പ്രശ്നമായി, ജീവൻ എന്ത് ചെയ്യണം, ഞങ്ങളെ കുട്ടീനെയായിട്ട് ഞങ്ങളുടെ മദീനത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഗോത്രക്കാർ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ പിടിച്ചു വെച്ചു. ഒരാൾ ഇങ്ങനെ മദീനത്തേക്ക് കൊണ്ടാൻ പറ്റൂല, അജുവാണെങ്കിൽ പോയിക്കോ, പക്ഷെ ഞങ്ങളെ കുട്ടീനെ കൊണ്ടാൻ പറ്റില്ല. ഇത് കണ്ടിട്ടാണ് ബനി അസദ് ഗോത്രം, അതായത് അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ ഗോത്രക്കാർ ഈ കാഴ്ച കണ്ടിട്ട് ഒരു നേരെ വന്നിട്ട് എന്ത് ചെയ്തു? ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ ആ ചെറിയ കുട്ടീന്റെ, അന്ന് പറ്റ ചെറിയ കുട്ടി, മുലയെടുക്കുന്ന കുട്ടിയാണ്, ആ സലമ എന്ന് പറയുന്ന കുട്ടീനെ ബലമായിട്ട് പിടിച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടി തന്നാൽ ഞങ്ങളെ മാന്റെ കുട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങളും കുട്ടികളിലാണ്. ചുരുക്കി പറഞ്ഞാൽ മദീനത്തേക്ക് പുറപ്പെട്ട ഈ മൂന്നാള്, അതായത് അബൂ സലമ റളിയല്ലാഹു അൻഹു, ഉമ്മു സലമ, ഈ കുട്ടി സലമ, ഇവര് മൂന്നാളും മൂന്ന് ഭാഗത്തായി പോയി. അബൂ സലമ റളിയല്ലാഹു അൻഹു ഒറ്റപ്പെട്ടു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവരെ ഗോത്രക്കാരും ഉണ്ട്. ഈ കുട്ടീനെ എന്ത് ചെയ്തു? അബൂ സലമന്റെ ഗോത്രക്കാരും അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ ഗോത്രക്കാരും ഉണ്ട്. അങ്ങനെ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന് മറ്റൊരു മാർഗ്ഗമില്ലാതെ അവരെന്ത് ചെയ്തു? ഒറ്റക്ക് മദീനയിലേക്ക് ഹിജ്റ പോയി എന്നാണ്. അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പിന്നീട് ഒരു വർഷത്തോളം എന്നും കാബന്റെയും അഫ്താഹിന്റെ ഭാഗത്ത് വന്നിട്ട് എന്നും കരയും. കാരണം ഈ കുട്ടീനെ തിരിച്ചിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ ചുരുക്കി പറഞ്ഞ ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് എന്തായി? ഭർത്താവിനെ നഷ്ടപ്പെട്ടു, അവര് മദീനയിലേക്ക് പോകേണ്ട ഗത്യന്തരമില്ലാതെ വേറെ മാർഗ്ഗമില്ല, അവർ മദീനയിലേക്ക് പോയി. കുട്ടീനെ എന്ത് ചെയ്തു? ആരും കൊണ്ടുപോയി. ചുരുക്കി പറഞ്ഞ ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് എന്തില്ല, കുട്ടിയില്ല, ഭർത്താവും ഇല്ലാതെ അവർ ഏകദേശം ഒരു വർഷത്തോളം എന്നും കാബന്റെ അടുത്ത് വന്നിട്ട് ഖുറൈശികൾ കാണാൻ കരയും, എന്റെ കുട്ടീനെ തിരിച്ചേരി, എന്റെ കുട്ടീനെ തിരിച്ചേരി എന്ന് പറഞ്ഞിട്ട്. അവസാനം ഏകദേശം ഒരു വർഷത്തായപ്പോ അന്ന് മക്കയിലുണ്ടായിരുന്ന ഒരു കാരണവര്, ഒരു നല്ലൊരു മനുഷ്യൻ, അവർ പറഞ്ഞു, എന്തിനാണ് ഈ സ്ത്രീയെ ഇങ്ങനെ നിങ്ങൾ ഇതാക്കുന്നത്? ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? അതിന്റെ കുട്ടീനെ തിരിച്ചു കൊടുത്താളി എന്ന് പറയുകയും അങ്ങനെ എന്ത് ചെയ്തു? ബനി അസദ് ഗോത്രം പറഞ്ഞു, എന്നായിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞ കുട്ടീനെ എന്ത് ചെയ്തു? ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് തിരിച്ചു കൊടുത്തു. ഈ കാഴ്ച കണ്ടിട്ട് എന്ത് ചെയ്തു? ബനി മഖ്സൂം ഗോത്രക്കാർ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യും, ഏതായാലും എനിക്ക് എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പോകണം, വെക്കോ, ഞങ്ങൾ ഓല വിട്ട സ്ഥിതിക്ക് ഞങ്ങളും തന്നെ വിട്ടുവരുന്നു പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അവരെ വിട്ടുകൊടുത്തു. അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എനിക്ക് ഒരു വർഷത്തിന് ശേഷം എന്റെ കുട്ടീനെ കിട്ടിയ സന്തോഷം, ഞാൻ കുട്ടീനെ എന്ത് ചെയ്തു? ഇങ്ങനെ മാർഗോട് ചേർത്ത് ഞാൻ കെട്ടിവെച്ചു എന്നാണ്. ഇനി ആർക്കും എന്റെ കുട്ടീനെ ആരും കൊണ്ടുവരുത് എന്ന് വിചാരിച്ചിട്ട്. ഇത് ഇത്തരം പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ അവർ സഹിക്കുന്നത് എന്തിനാണ്? ദീനിന് വേണ്ടി സഹിച്ചതാണ്. അങ്ങനെ എന്ത് ചെയ്യണം? ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും കുട്ടിയും കൂടി എന്ത് ചെയ്യണം? അബൂ സലമ റളിയല്ലാഹു അൻഹു മദീനയിലല്ല, അങ്ങോട്ട് പോകണം. അങ്ങനെ എന്ത് ചെയ്യണം? ഇവിടുത്തെ ഒരു ഒട്ടകം അറേഞ്ച് ചെയ്തിട്ട് അവർ പോവാണ്. അങ്ങനെ തന്നെയും നമ്മളിപ്പോ പോകുന്ന ആയിഷ പള്ളിന്റെ ഏകദേശം അവിടെ എത്തിയ സമയത്ത് എന്ത് ചെയ്യാണ്? അവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ വിജനമായ 450 കിലോമീറ്ററാണ്, മരുഭൂമിയാണ്. ഒറ്റയ്ക്കൊരു സ്ത്രീക്കോ ഒരു കുട്ടിക്കോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പാസ് ചെയ്ത് പോകാൻ കഴിയില്ല. പിന്നെ അന്ന് പറഞ്ഞ കൊള്ളക്കാര് മറ്റുള്ള ഇതൊക്കെ ഉള്ള സമയമാണ്. അപ്പൊ അവരവിടെ ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുക, എങ്ങനെ ഞാൻ മദീനയിൽ പോവാന്ന് സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? മഹാനായ ഉസ്മാൻ ബിൻ അബി തൽഹ, ഈ ഉസ്മാൻ ബിൻ അബി തൽഹ റളിയല്ലാഹു അന്ന് ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല, അവർ മുശ്രിക്കാണ്. അവരെന്തോ ആവശ്യത്തിന് തന്നീമിലേക്ക് വന്നതാണ്. അവരുടെ കയ്യിലാണ് നമ്മളെ കഅബയുടെ ചാവിയുള്ളത്. അവരുടെ കുടുംബത്തിൽ തന്നെ ഇന്നും ബനി ഷൈബ എന്ന് പറയുന്ന കുടുംബം അവരുടെ കുടുംബമാണ്. അവരുടെ കയ്യിൽ നിന്ന് കഅബയുടെ ചാവി വേറെ വാങ്ങാൻ പാടില്ല റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇന്നും കഅബയുടെ താക്കോല് ഈ ഉസ്മാൻ ബിൻ അബി തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലാണ് ഉണ്ടാവുക. അപ്പൊ ഉസ്മാൻ ബിൻ അബി തൽഹ എന്ന് മുശ്രിക്കാണ്, ഇസ്ലാമിൽ സ്വീകരിച്ചത്. പക്ഷെ അവരിങ്ങനെ നോക്കുമ്പോൾ ഒരു പെണ്ണും ഒരു കുട്ടിയും നിൽക്കുന്നത് തന്നെയിമില്. അപ്പൊ ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നത്? പരസ്പരം അറിയാം, കാരണം ബനി മഖ്സൂം ഗോത്രം എന്ന് പറഞ്ഞാൽ വലിയ അറിയപ്പെടുന്ന ഗോത്രമാണ്. അപ്പൊ അവർ ചോദിച്ചു, എന്താണ് ഇവിടെ നിൽക്കുന്നത്? അപ്പൊ ഞാനിങ്ങനെ വിഷയം ഉണ്ടായിട്ട് ഇപ്പൊ ഒരു കൊല്ലത്തിന് ശേഷം എനിക്ക് കുട്ടീനെ തിരിച്ചു കിട്ടിയതാണ്. അപ്പൊ അബൂ സലമ മദീനയിലുള്ള, അപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ എങ്ങനെ പോകാൻ? ഒരു യാത്രാ സംഘത്തെയോ കച്ചവട സംഘത്തെയോ കിട്ടിയാൽ അവരെ കൂടെ പോകാൻ പറ്റുമോ നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്, കാരണം അതിൽ കൂടെയാണ് മദീനയിലേക്ക് പോവാം. അപ്പൊ അങ്ങനെ അവർ അപ്പൊ ഉസ്മാൻ അബി തൽഹ പറഞ്ഞു, എന്താ വരി ഞാൻ ആക്കി തരാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു?
അവര് അന്ന് മുശ്രിക്കാർ, പക്ഷെ അവര് സ്ത്രീയെ ബഹുമാനിച്ചുകൊണ്ട് ഇത് മദീനയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവരെ കൂടെ സഞ്ചരിച്ചു എന്നാണ്. പിന്നീട് ഉമ്മുസലമ റളിയല്ലാഹു അൻഹ പിന്നെ എപ്പോഴും ഈ ഉസ്മാൻ ബിൻ അബീ തൽഹനെ ഓർക്കുമ്പോഴൊക്കെ പറയും, ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവരെന്താ ചെയ്യാ വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ മുക്കാരം പിടിച്ചിട്ട് അവർ ഒട്ടകത്തിന് മുകളിൽ പോകണം. ഈ ഇറങ്ങേണ്ട ഒരു വിശ്രമിക്കേണ്ട സമയത്തും എന്ത് ചോദിച്ചാൽ അവർ ആ ഒട്ടകത്തിന് എന്ത് ചെയ്യും, അവിടെ ഇറക്കും, അവിടെ ഇരുത്തും, എന്നിട്ട് അതിനെ കെട്ടിയിടും. എന്നിട്ട് കുറെ ദൂരം മാറി നിൽക്കും. എന്തിന്? ഉമ്മുസലമ റളിയല്ലാഹു അൻഹാക്ക് ആ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങാനും മറ്റു കാര്യം ഒക്കെ ഇറങ്ങി ഒരു സ്ഥലത്ത് ഇരുന്ന് പറഞ്ഞാൽ അവര് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യും, ആ ഒട്ടകത്തിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയിടും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത യാത്രക്ക് വേണ്ടിയാകുമ്പോൾ അവർ ആദ്യം വന്നിട്ട് എന്ത് ചെയ്യും, ആ ഒട്ടകത്തിനെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ ഇരുത്തി എന്നിട്ട് മാറി നിൽക്കും. എന്നിട്ട് ഉമ്മുസലമ റളിയല്ലാഹു അൻഹ കുട്ടി ഒട്ടകത്തിന് മുകളിൽ കയറി എന്ന് പറഞ്ഞാൽ വന്നിട്ട് എന്ത് ചെയ്യും, ആ ഒട്ടകത്തിന് മൂക്കാർ പിടിച്ചു. അങ്ങനെ അത്രയും ബഹുമാനിച്ചുകൊണ്ട് അവരോട് നിലക്കും ബുദ്ധിമുട്ടിക്കാതെ അവരെ മദീന വരെ, കാരണം 450 കിലോമീറ്റർ അന്നത്തെ ദിവസം 8 ദിവസമോ 9 ദിവസമോ എടുക്കും. അത്രയും ദിവസം എന്ത് ചെയ്തു, ഉമ്മുസലമ റളിയല്ലാഹു അൻഹയെ എല്ലാ ബഹുമാനത്തോടും കൂടി മദീനയിൽ എത്തിച്ച് മദീനയുടെ ബൗണ്ടറി കണ്ട സമയത്ത് അവർ പറഞ്ഞു, നിന്റെ ഭർത്താവ് അബൂസലമ ഈ പട്ടണത്തിനാണുള്ളത്, അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇനി ഈ ബൈക്കോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഉമ്മുസലമ റളിയല്ലാഹു അൻഹയെ മദീനയിലേക്ക് പറഞ്ഞയച്ചിട്ട് അവരെന്ത് ചെയ്യണം, തിരിച്ച് മക്കയിലേക്ക് പോരാണ്. അപ്പൊ ഉമ്മുസലമ റളിയല്ലാഹു അൻഹയുടെ ഹിജ്റ എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു ഹിജ്റയായിരുന്നു, വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ള. അപ്പൊ ആ ഒരു സംഭവത്തിലൊക്കെ ഈ തനൈമിൽ പോയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, മദീനയിലേക്ക് പോകാൻ കാത്തിരുന്നത് എന്നാണ്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ചരിത്രങ്ങൾ ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഗ്രാമമാണ് ഈ തനൈം എന്ന് പറയുന്നത്. നായിം അല്ലെങ്കിൽ മുൻഇം എന്നൊക്കെ പറയുന്ന രണ്ട് മലകൾക്കിടയിലുള്ള സ്ഥലമായത് കൊണ്ടാണ് ആ പേര് വന്നത്. അല്ലെങ്കിൽ വാദി, ഒരു വാദിയിലായിട്ട് ഒഴുകിയിരുന്നു, അങ്ങനെയാണ് പേര് വന്നതൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ മദീനയിലേക്കുള്ള പല യാത്രകളും ഹിജ്റകളും മറ്റുമൊക്കെ എന്ത് ഈ തനൈമിൽ വെച്ചാൽ തനൈമിൽ കൂടിയാണ് അവരൊക്കെ യാത്ര പോയിരുന്നത് എന്നാണ്. പിന്നീട് ഉമ്മുസലമ റളിയല്ലാഹു അൻഹ മദീനയിലെത്തി അബൂസലമ റളിയല്ലാഹു അൻഹയുടെ കൂടെ താമസിച്ചു. ഏകദേശം ഹിജ്റ 3 വർഷം കഴിഞ്ഞതിന് ശേഷം ഉഹദ് യുദ്ധത്തിൽ എന്ത് ചെയ്തു, അബൂസലമ റളിയല്ലാഹു അൻഹുവിന് ഒരു കുത്തേൽക്കുകയും ദിവസങ്ങൾക്ക് ശേഷം അവർ വഫാത്താവുകയും ചെയ്തു. അപ്പൊ വഫാത്താകുന്ന സമയത്തെയും അബൂസലമ റളിയല്ലാഹു അൻഹു ഒരു ദുആ ചെയ്തിരുന്നു, വഖ്ലിഫ്നി ഖൈറൻ മിൻ, അതെ എന്റെ ഈ കുടുംബത്തിന് റബ്ബേ നീ എന്നെക്കാട്ടിലും ഖൈറായ ഒരാളെ അവർക്ക് കൊടുക്കണം. കാരണം അന്ന് മദീനയിൽ ആരും ഇല്ലല്ലോ, അവരെ വീട് മക്കയിൽ എല്ലാം വിട്ടെറിഞ്ഞു പോയ ആളുകളാണ്. അപ്പൊ അവര് ദ്വാ ചെയ്തു. അപ്പൊ ഉമ്മുസലമ റളിയല്ലാഹു അൻഹ പറയണേ, ആ ദ്വാ കേട്ടപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടിരുന്നു. കാരണം അബൂസലമയേക്കാൾ ഖൈറായ ഒരാൾ എന്ന് പറഞ്ഞാൽ അന്ന് മദീന, അതായത് മുഹാജിറുകളുടെ കൂട്ടത്തിൽ ഉന്നത സ്ഥാനമുള്ള റസൂലുള്ളാഹിന്റെ മുലകൂടിയുള്ള സഹോദരനായിട്ടുള്ള ഒരാളാണ് അബൂസലമ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൽ അത്രയും സ്ഥാനമുള്ളവരാണ്. അപ്പൊ അവരാ ദ്വാ ചെയ്ത് ഞാൻ അങ്ങനെ വിചാരിച്ചു, ആരായിരിക്കും അബൂസലമ റളിയല്ലാഹു അൻഹുവിനേക്ക് ഖൈറായ ഒരാൾ, പിന്നെ ആരായിരിക്കും എനിക്ക് കിട്ടാൻ പോകണില്ല. കാരണം അവരുടെ ദ്വാ അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നീടാണ് എന്ത് ചെയ്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കല്യാണം ആലോചിക്കുകയും അവർ പറഞ്ഞു, യാ റസൂലുള്ളാഹി നിങ്ങൾ കല്യാണം കഴിക്കുക, 2 കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്, അപ്പൊ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവും. കാരണം കുട്ടികൾ എന്ന് പറഞ്ഞാൽ രാത്രി കളിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങളെ വേണ്ട രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഖിദ്മത്ത് ചെയ്യാനോട് കഴിയില്ല, നിങ്ങൾക്ക് കുട്ടികളെ നോക്കേണ്ടി വരും. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, വീണ്ടും പ്രപ്പോസ് ചെയ്യുകയും അങ്ങനെ പ്രശ്നമില്ല കുട്ടികളുടെ കാര്യങ്ങൾ അങ്ങനെ റസൂലുള്ളാഹിനെ പിന്നീട് അവർ കല്യാണം കഴിക്കുകയാണ്. അപ്പൊ അവർ പറയുന്നത്, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്ന് അബൂസലമ റളിയല്ലാഹു അൻഹുവിന്റെ ദുആ എത്രത്തോളം ഉണ്ട്. കാരണം എന്നെക്കാളും ഖൈറായത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവരെക്കാളും ഖൈറായത് അന്ന് റസൂൽ തന്നെ ഉള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കല്യാണം കഴിക്കുകയും അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പെടുകയും, നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഉമ്മയായിട്ട് വരും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ മുഅ്മിനീങ്ങളാക്കി തെരുമാറാവട്ടെ. അപ്പൊ ഈ ഒരു ചരിത്രമൊക്കെ നടക്കുന്നത് നമ്മളെ തനൈമിൽ കൂടിയാണ്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ, ചെറിയ ചെറിയ ചരിത്രങ്ങൾ ഈ തനൈമിൽ വെച്ച് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉന്നതരായിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് തുടങ്ങി ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ തനൈമിൽ വരികയും ഉംറ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇബ്നു സരീൻ റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, വഖത്തലി അഹ്ലിൽ മക്ക, അതായത് അഹ്ൽ മക്കക്കാർക്ക് മീഖാത്തായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനൈമിനെ പ്രഖ്യാപിച്ചു എന്നൊക്കെ റിവായത്തുകളുണ്ട്. അത്രയൊക്കെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമമാണ്. അവിടേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പോകുന്നത്. ഒരു പക്ഷേ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഉംറ ആയിരിക്കും. ഇനിയില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നാളെ ചെയ്യണമെങ്കിൽ നാളെ ചെയ്യാം. ദിവസങ്ങൾ നാളെ ഒരു ലാസ്റ്റ് ദിവസമാണ് നമുക്കുള്ളത്. നാളെ വെള്ളിയാഴ്ചയും കൂടിയാണ്. അപ്പൊ രാവിലെ പോയാലും ശരിയാവില്ല, അല്ലെങ്കിൽ രാവിലെ അതേപോലെ ജബൽ തൗർ കയറണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ജബൽ തൗർ കയറാൻ ആഗ്രഹമുള്ളവർ മുൻകൂട്ടി പറയാം. നേരത്തെ പോയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒതു എടുത്ത് നേരത്തെ കയറി വെക്കാം. എന്നാലും ഇപ്പൊ ജുമാൻ കൂടി രാത്രി 9-10 തിരിച്ചു വരുന്ന രീതിയിലാണ്. ഇനി അതല്ല ജബൽ തൗർ നമ്മൾ ഒഴിവാക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഹൈറാതായിരിക്കും. കാരണം വെച്ചാൽ നല്ലൊരു മലയാണ്. അത് കയറിയാൽ എങ്ങനെയായാലും ഇന്നത്തെ കയറ്റവും നാളത്തെ കയറ്റവും കൂടി ആകുമ്പോൾ ശരീരം ക്ഷീണിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, വല്ല പനിയോ ജലദോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് മദീന ഒരു 4 ദിവസം ഉള്ളൂ. നമുക്ക് ഒരുപാട് മറ്റുള്ള ഇതുണ്ട്, റസൂലുള്ളാഹിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാഴ്ചകൾ. ഇവിടെ ഒരു കാഴ്ച നമ്മൾ കുറച്ച് കാഴ്ച ഒന്നും നമുക്ക് പറയാൻ പോകില്ല. മദീനയിൽ അത്രയും കാഴ്ചകൾ നമുക്ക് ഇന്നുണ്ട്. 44-45 സ്ഥലങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് കഴിയാൻ നമുക്ക് സന്ദർശിക്കാനുണ്ട്. ഒക്കെ റസൂലുള്ളാഹിന്റെ ഓർമ്മകളുള്ള സ്ഥലം തന്നെയാണ്. ഇതൊരു വലിയ റിസ്ക് ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ ശരീരം ഓവറായിട്ട് മദീനയിലെത്തുമ്പോൾ ഒന്നും കാണാൻ കഴിയാതിരുന്നാൽ സങ്കടമാവും. അതുപോലെ തന്നെ